ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ ഇന്നത്തെ റെസിപ്പി ക്യാബേജ് പക്കാവടയാണ്. അപ്പോൾ ക്യാബേജ് കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയൊരു പക്കാവട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളിതാ സവാള ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഒരു ക്യാബേജിൻ്റെ പകുതി നമ്മൾ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കുരുകുര ഒന്ന് അരിഞ്ഞെടുത്ത്, അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്തെടുക്കാവുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും അതുപോലെ തന്നെ എരിവും എല്ലാം ഉള്ളിയിലും ക്യാബേജിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നതുവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ അതെല്ലായിടത്തും നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. അപ്പോൾ ഇതാ കടലമാവ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഉള്ളിയിൽ ഉപ്പൊക്കെ വെച്ച് ഇളക്കിയത് കൊണ്ട് തന്നെ വെള്ളം അതിനകത്ത് തന്നെ ഊറി വരുന്നതാണ്. അതുകൊണ്ട് നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി അങ്ങ് എടുത്താൽ മതി. വെള്ളം അല്പം വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചതായി ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ നമുക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ നുള്ളി നമുക്കിതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നുള്ളി എടുത്താണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നാലേ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വെന്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നമ്മളിതൊന്ന് കോരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ കുക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവത്തുമില്ല. അപ്പോൾ ഇത് 2 സൈഡും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ എണ്ണയിലോട്ട് ഇതുപോലെ ഒന്ന് നുള്ളിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. കുട്ടികൾക്കൊക്കെ, നമുക്ക് ക്യാബേജ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടയാണിത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആൻഡ് അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു പക്കോട റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ക്യാബേജ് പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.